ഹലോ ഗൈസ്, ഞാൻ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഡെയറി സീറ ആ മൂവി കാണാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി നിൽക്കുകയാണ്. 8:30 8:30 PM ആണ് മൂവി. അപ്പം ഞാനൊരു 1 വീക്കായി പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വീട്ടിൽ ഫാമിലിയൊന്നും ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് കിടക്കണം ഈ പടം കണ്ടിട്ട്. അപ്പോൾ ആ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര ദിവസം പിടിച്ചു നിന്നു. ഇപ്പോൾ ഫാമിലിയൊക്കെ വന്നു, അപ്പം പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ കൂട്ടുകാരെ വിളിച്ചു നോക്കി, പക്ഷേ ആരുമില്ല, എല്ലാവരും ബിസി, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഓക്കെ തനിച്ച് പോവാം എന്ന് വിചാരിച്ചു. 8:30 ഷോ. ഇപ്പം 7:50 ആയി. അപ്പോൾ ഞാൻ ഇറങ്ങാണ്, പോയി നോക്കാം, ഒറ്റയ്ക്കൊന്ന് കണ്ടിട്ട് പറയാം എന്താ അവസ്ഥ എന്നുള്ളത്. ഞാനത് ഡെയറി സീറ പടം കണ്ടിറങ്ങി. ഇപ്പോൾ സമയം ഒരു 10:45 ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ സത്യം പറഞ്ഞ ഈ പടം കാണാൻ പോകുമ്പോൾ ഉള്ളൊരു പേടി വെച്ചിട്ട് ഞാൻ പോയത്. കാരണം ഒരു 1 വീക്കായിട്ട് പടം ഇറങ്ങിയിട്ട് 1 വീക്കായി. അപ്പോൾ ആ ടൈമിൽ ഞാനിത് കാണാൻ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ആ ഒരു പേടി കാരണം ഞാൻ സത്യം പറഞ്ഞാൽ പോയില്ല. കാരണം അങ്ങനത്തെ റിവ്യൂസാണ് ഈ പടത്തിന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇന്ന് കാണാൻ പോയത്, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പടം കാണാൻ പോയത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പേടിയും തോന്നിയില്ല, കാര്യം പറയാലോ. ഞാനപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി, ഇപ്പോൾ കുറച്ച് ലോങ്ങിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വീടെത്താറായി, ഏതാണ്ട് വീടെത്താറായി. യാതൊരു വിധ പേടിയും തോന്നിയില്ല. പക്ഷേ ആ ക്ലൈമാക്സിൽ എന്ന് പറയുന്നുണ്ടല്ലോ, ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, അത് കാണാത്ത ആൾക്കാരുടെ അടുത്ത് എങ്ങനെ പറയും എന്നെനിക്കറിയില്ല. പക്ഷേ ആ ഒരു സീൻ എൻ്റെ പൊന്നോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടറായി പോവും. അതെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളൊരു സാധനം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അങ്ങനത്തെ സാധനം വരും. പക്ഷേ അതിൽപ്പെടെ അവസാനിക്കുകയാണ്. അത് എന്താ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിലാണ് ആ പടം അവസാനിക്കുന്നത്. അത് വല്ലാത്തൊരു സീനാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു 2ാം ഭാഗം ഉണ്ടാവുന്നുള്ള. കാരണം അങ്ങനെ പടം അവസാനിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ഇതിൽ സിനിമയിൽ പ്രത്യേകിച്ച് നമ്മളെ വല്ലാണ്ട് പേടിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതിനെ ബേസ് ചെയ്തൊരു എൻക്വയറി കാര്യങ്ങൾ, അത് ചെന്നിട്ട് അവസാനിക്കുന്ന സീനിലാണ് പടം നിൽക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അതിനൊരു സെക്കൻഡ് പാർട്ട് വേണം. എൻ്റെ അളിയൻ വരെ പറഞ്ഞ് തിയേറ്ററിൽ കാല് കയറ്റി വെച്ചാൽ കണ്ടേ, അത്രയും പേടിച്ചു പോയിന്ന്. അതൊക്കെ കേട്ടിട്ട് ഞാൻ ആകെ വണ്ടറായിട്ടാണ് ഒറ്റയ്ക്ക് പോകണമല്ലോ. ഇപ്പോൾ ഈ രാത്രി ഇപ്പോൾ ഒരു മനുഷ്യല്ലേ ഈ പ്രദേശത്ത്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് ഇത് നമ്മൾ വണ്ടി ഓടിച്ച് പോകണമല്ലോ. ഇപ്പം എന്തായിരിക്കും പടം ഇത് കണ്ട് നമ്മൾ പേടിച്ച് അങ്ങനത്തെ അവസ്ഥയിൽ പോകണമെന്ന് എനിക്ക് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് അതിന് മാത്രമൊന്നും പേടിക്കുന്നില്ല. പക്ഷെ ക്ലൈമാക്സിലാണ് ഞാനൊന്ന് ഞെട്ടിപ്പോയത്. പക്ഷെ അവിടെ പടം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഈ പടത്തിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ എടുത്ത് പറയേണ്ടത് പ്രണവിൻ്റെ അഭിനയം കേട്ടോ. പ്രണവ് അമ്മാതിരി ലെവലിൽ പെർഫോമൻസാണ് ചെക്കൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും സെക്കൻഡ് പാർട്ട് ഈ പടത്തിനുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ഈ പടം കണ്ടു. ഞാൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ റിവ്യൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പടം അത്ര എക്സെപ്റ്റബിളി കാണാൻ പറ്റിയ പടമാണ്. അപ്പോൾ കണ്ടിറങ്ങി. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത കാര്യം പറയാനുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അതാണ് കാര്യങ്ങൾ. നമ്മൾ പേടിച്ച് പറയ്ക്കാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും അതിനകത്തില്ല. മൂവി മോശമാണെന്ന് ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. പടം ഗംഭീര പടം തന്നെയാണ്. അതിൻ്റെ BGM ആയാലും മ്യൂസിക്, സൗണ്ട് എഫക്ട്സ്, കളർ ഗ്രേഡിങ്, ആക്ടിങ്, അങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും പടം ഗംഭീരമായിട്ടുള്ളൊരു പടമാണ്. നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് ഞാൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചില്ലാണ്ടാവുന്ന ഒരു ഇതിലാണ് പോയത്. കാരണം അങ്ങനത്തെ റിവ്യൂസാണ് വന്നുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പോയി കണ്ടപ്പോൾ എനിക്ക് അതിന് മാത്രം പേടി തോന്നിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് പേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എൻ്റെ പുറകിലിരുന്ന ചേച്ചിമാരൊക്കെ പല സീൻസിലും അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അത്യാവശ്യം പേടിക്കാനൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ എനിക്കങ്ങനെ അത്ര അങ്ങോട്ട് തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പടം അടിപൊളിയാണ്. പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി പോയി കാണണം. അല്ല, പ്രണവിൻ്റെ അഭിനയമൊക്കെ, പ്രണവ് ഏറ്റവും ബെസ്റ്റായിട്ട് അഭിനയിച്ചേക്കുന്നത് ഇതിലായിരിക്കും. കാരണം ക്ലോസ് വെച്ചിട്ടുള്ള ഷോട്ടുകളാണ് പലതൊക്കെ. അതിലൊക്കെ എന്താ രസമായിട്ടാണ് ചെക്കൻ ചെയ്ത് വെച്ചേക്കുന്നത്. പടത്തിൻ്റെ ഫസ്റ്റത്തെ റിവ്യൂ കണ്ടതിൽ ഇനിയിപ്പോൾ തിയേറ്ററിൽ തന്നെ കിടന്നു തുടങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പേടിയാണ്, പേടിയുള്ളവർ ഒരു കാരണവശാലും തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇപ്പം കാരണം പ്രമേഹവും അതുപോലെ ഭൂതകാലം കണ്ട് ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ തന്നെ ഒരു പടമല്ലേ, അപ്പോൾ അത് എന്തായാലും മോശമാവില്ല എന്നറിയായിരുന്നു. അപ്പോൾ നല്ല പേടിക്കാനും ഉണ്ടാവും വിചാരിച്ചു. അതുകൊണ്ട് രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ പോയത്. പക്ഷേ അതിന് മാത്രം പിടിച്ച് പറയ്ക്കാനൊന്നും വരച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പടം നല്ല നല്ല കിട്ടില്ല പടം. മേക്കിംഗ് ഒക്കെ അസാധ്യ മേക്കിങ്ങാണ്. ടോണൊക്കെ കാണുമ്പോൾ തന്നെ ഫുള്ള് നമുക്ക് അടിപൊളി സൂപ്പറാണ് പടം, അടിപൊളി പടമാണ്. കാണാത്തവരൊക്കെ എത്ര പെട്ടെന്ന് കണ്ടു, തിയേറ്ററിൽ തന്നെ കാണണം. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു പടം എല്ലാം കൊണ്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പടം കണ്ടിട്ട്.